ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണം കേട്ടോ. പിന്നെ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്കൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം നമുക്ക് കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കാണുക. അപ്പം ഇന്ന് അടുക്കളേനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പം ഇന്ന് നാടൻ പയറും നാടൻ മത്തങ്ങയും ഇട്ട് ഒരു നാടൻ കൂട്ടാനാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പം മത്തൻ ഒരാൾ തന്നതാട്ടാ. വീട്ടിലുണ്ടായ മത്തനാണ്, അധികം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ തോലൊന്നും ചെത്തിക്കളയണില്ല. പിന്നെ ഏട്ടൻ കൊടുന്നാട്ട നാടൻ പയർ ഇങ്ങനെ ഇരിഞ്ഞെടുക്കണേ. അപ്പോൾ കുറേ മൂത്തതും പിന്നെ ചിലതൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിടാനുള്ള ഉണ്ട് കേട്ടോ. അപ്പം ഇന്നലെ കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു. വന്നിടുമ്പോൾ രാത്രി അതിനാണ്ട് ഇരുന്ന് തോല് പൊളിക്കാട്ടാ. ഒരുപാട് തോല് പൊളിച്ചെങ്കിലല്ലേ ഒരു ഇത്തിരി ഉണ്ടാവുള്ളൂ. അപ്പം അതും കൂടി ചേർത്തിട്ട് ഇന്ന് മത്തക്കലിശ്ശേരി ഉണ്ടാക്കാനാട്ടാ. അപ്പം ഇന്ന് മീനൊന്നുമില്ല. പിന്നെ കുറച്ച് മറ്റേ ചെമ്മീൻ ഫ്രൈ മസാല തേച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ആക്കും. അത് കഴിക്കാൻ നേരത്ത് അത് ഫ്രൈ ആക്കാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒന്ന് ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ മോനൊന്ന് വേഗം പോവാൻ ഉണ്ട്. അത് കാരണം ഞാൻ ചപ്പാത്തിയൊക്കെ കറി ചെറുപയർ കറിയൊക്കെ ഉണ്ട് റെഡിയാക്കിയിട്ടാണ്. അപ്പോൾ മോന് ഞാൻ രണ്ടെണ്ണം വേഗം നട്ട് ചുട്ടെടുത്തതാണ്. ബാക്കി ഒന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതിൻ്റെ ശേഷം സാവധാനം കഴിക്കാനാകുമ്പോഴേക്കും ചൂടാലോചിച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പയറും മത്തനൊക്കെ കൂടിയിട്ട് കുക്കറിലൊന്ന് കഴുകിയിട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിലേക്കൊരു ചെറിയ മുറി നാളികേരം, 2 കുഞ്ഞുള്ളിയും ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമൊക്കെ കൂടിയിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നാളികേരമൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഒന്ന് ചിരകിയെടുക്കാം. പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കൂട്ടുകാരോട്, ഞാൻ ഇതിൻ്റെ ഗ്യാസ് ഇങ്ങനെ മണം വന്നിട്ട് 180 രൂപയ്ക്ക് ഒരു പൈപ്പൊക്കെ കൊണ്ടുവച്ചിട്ട് നമ്മളെ ഗ്യാസ് കൊണ്ടുവരുന്ന ആളെ വിളിച്ചിട്ട് അയാൾ ഇട്ട് തന്നതാട്ടാ. അപ്പോൾ ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. പക്ഷേ മിനിഞ്ഞാന്ന് രാത്രി, പകലൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, രാത്രി നോക്കുമ്പോൾ ഈ ഒരടുപ്പ് ഇങ്ങനെ നമ്മളെ ഗ്യാസ് കഴിയാൻ നേരത്തുണ്ടാവില്ലേ, അതേപോലെ ആയിട്ട് ഗ്യാസ് നിന്ന് തീരെ കത്തണില്ല കേട്ടാ. ഇങ്ങനെ മിന്നാമിനുങ്ങ പോലെ കത്തണ്. അപ്പം ഞാനും രാവിലെ എന്ത് ചെയ്യും? ഈ ഒരടുപ്പ് ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ചെങ്കിലും ബാക്കിയുള്ളതൊക്കെ നമുക്ക് വെക്കണമെങ്കിൽ 2 അടുപ്പ് വേണ്ടേ? എന്താ ദൈവം, ഇനിയിപ്പം എന്നും ഈ ഗ്യാസിനെ കൊണ്ടാണല്ലോ ഇടങ്ങറ്. ഇനിയിപ്പോൾ ഈ അടുപ്പൊന്ന് കൊണ്ടുപോകണമെങ്കിൽ മോൻ്റെ സൗകര്യം നോക്കണം. പിന്നെ ഇത് ഇപ്പോൾ നല്ല ടൈറ്റിൽ കിടക്കുക കേട്ടോ ആ പൈപ്പ്. അത് ഒന്ന് ഊരിയിട്ട് ഇനി ഒക്കെ വരുമ്പോഴത്തേന് പിന്നെ അത് ഒന്ന് ലൂസാവും. എന്താകെ എനിക്ക് വല്ലാത്തൊരു വിഷമമായിട്ടാണ്. എന്താണ് ചെയ്യാച്ചിട്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിലൊന്ന് അടിച്ച് നോക്കിയിട്ട് അപ്പം ഞാൻ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഭാഗ്യത്തിന് വേഗം ഇങ്ങോട്ട് വന്ന് ഞാൻ ആവശ്യപ്പെട്ടത് തന്നെ കേട്ടാ. അപ്പം ഞാനിങ്ങനെ നോക്കി. അപ്പം എങ്ങനെ ഈ ഗ്യാസ് കത്താതിരിക്കാനുള്ള കാരണം എന്താ ഒക്കെ ഞാനൊന്നും ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരാൾ നല്ല രീതിയിൽ തന്നെ ഒരു വീഡിയോ ചെയ്യണ ഞാൻ എടുത്തു നോക്കിയപ്പോൾ കിട്ടി. അപ്പം ഞാൻ അതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് നോക്കിയിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ആ വീഡിയോ കണ്ടിട്ട് ഞങ്ങൾ മെക്കാനിക്കിന് കൊടുക്കാൻ വേണ്ടി വെച്ചതായിരുന്നു. അത് പിന്നെ ഞാൻ തന്നെ ശരിയാക്കി. പിന്നെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും എന്നെ പൊട്ടൻ എന്ന് പറയും. പക്ഷേ ഞാൻ ഇത് ചെയ്തപ്പോൾ വീട്ടുകാർക്കൊക്കെ ഭയങ്കര അങ്ങനെ എന്തായാലും വെള്ളാച്ചിട്ട് ഞാൻ ആ വീഡിയോ ഫുള്ള് കണ്ടിട്ടാ. അപ്പോൾ യൂട്യൂബ് നമുക്ക് ഒരു കണക്കിൽ നല്ലൊരു ഉപകാരമാട്ടാ. നമുക്ക് എന്തുണ്ടെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ടും ഓരോന്നും കിട്ടും അല്ലേ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ. പിന്നെ നമുക്ക് അതിനാവും ഇങ്ങനെ യൂട്യൂബ് തരിക, എന്നാച്ചിട്ട് എന്ത് തരും കേട്ടോ. നമുക്ക് വ്യൂവും കാര്യങ്ങളൊന്നും തന്നില്ലെങ്കിലും. അപ്പം ഞാനത് നോക്കുമ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗ്യാസ് കുറ്റി ഓഫാക്കിയതിൻ്റെ ശേഷം ഈ ഗ്യാസ് ഒന്ന് കമത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എൻ്റെ ഫോണായിട്ടായിരുന്നു ഇത് അടിച്ചു തന്നിരുന്നത്. ഫോണിങ്ങനെ അടിച്ചിട്ട് വേണം
ഒരു മുടിനാര് കൊള്ളുന്ന പോലത്തെ ഒരു ഹോളാണ് കേട്ടോ, ചെറിയത് ദ്വാരം. അപ്പോൾ അതിലേക്ക് നമ്മളെ വയറുണ്ടല്ലോ, വയറിങ്ങിൻ്റെ വയറ്, അതിൻ്റെ ഉള്ളിൽ ആ പ്ലാസ്റ്റിക് അതിൻ്റെ മേലത്തെ കൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഫിലമെൻറ്റ് പോലത്തെ ഇങ്ങനെ ചെറിയ 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 സാധനങ്ങൾ ഉണ്ടാവില്ലേ, വയറിൻ്റെ നൂല് ചെമ്പ് കമ്പി, അതിലത്തെ ഒരു കമ്പി എടുത്തിട്ടാണ് കേട്ടോ അയാൾ കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഞാൻ വേഗം മോൻ്റെ അടുത്ത് വയറുണ്ടാകുക ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അവിടെ മേശര വലിപ്പമുണ്ടെന്ന്. അതിൽ നിന്നൊരു കഷ്ണം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിൻ്റെ ആ ചെമ്പ് കമ്പിൻ്റെ അടുത്ത്, എന്നിട്ട് അതിൻ്റെ ഒരു നൂല് മതിയിട്ടാ. ഇനിയിപ്പോൾ 2 ആയാലും കുഴപ്പമില്ല, പക്ഷേ മുട്ടുസൂചിയൊന്നും കയറില്ല കേട്ടാ. അങ്ങനത്തെ ഒരു ദ്വാരം ഈ ഗ്യാസ് സ്റ്റവിന് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷെ നമുക്കത് നോക്കേണ്ടതൊന്നുമില്ലല്ലോ. അപ്പോൾ എൻ്റെ ഫോണിലേക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് ശരിയാവുമോ ഇല്ലയെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏട്ടൻ ഫോണ് ഇങ്ങനെ ലൈറ്റ് അടിച്ച് തന്നിട്ടാ. അപ്പോൾ ഞാൻ അത് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് പുതിയ സ്റ്റവ് കത്തണ പോലെ ഉണ്ട്. കത്തിക്ക് ഭയങ്കര സന്തോഷമായിട്ടല്ല. എന്താ വെച്ചാൽ നമ്മൾ മെക്കാനിക്കിന് കൊടുത്ത പൈസ പോകിച്ചിട്ടല്ല, പിന്നെ ഈ പൈപ്പൊക്കെ ഊരിയിട്ട് വീണ്ടും ആൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ ഈ ഗ്യാസ് കുറ്റിന്ന് ഗ്യാസിൻ്റെ സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുന്നതിൻ്റെ അവിടെ ഒരു ചെറിയൊരു പൈപ്പ് ഉണ്ടല്ലോ, ആ പൈപ്പിൻ്റെ അവിടെ ആ ഒരു ജോയിൻറ്റിൽ ഒരു ചെറിയ മുടിനാര് പോലത്തെ ഒരു ഓട്ടയാണ്. ആ ഓട്ടയിൽ ഇങ്ങനെ കുടുങ്ങിയിട്ട്, ഇങ്ങനെ എന്തെങ്കിലും പൊടി കുടുങ്ങിയിട്ടാണ് അത്ര ഈ ഗ്യാസ് വരാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓട്ട കണ്ടുപിടിച്ച്, എന്നിട്ട് ഈ സൂചിയുടെ മറ്റേ വയറിൻ്റെ ഒരു ചെമ്പ് കമ്പി ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഒന്നിങ്ങനെ പൊടിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ്. അപ്പോൾ മറ്റേൻ്റെയും അതേപോലെ ചെയ്ത് ഞാൻ, അതിന് കംപ്ലൈൻ്റ് ഇല്ല, എന്നാലും ഞാനൊന്ന് ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ ഒക്കെ കമത്തി ശരിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ ഓണാക്കി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് കത്തിയിട്ടാണ്. അപ്പോൾ ഇനി കൂട്ടുകാർക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ട് ചെന്ന് പറയും. അല്ലാതെ ഇപ്പോൾ ഞാൻ ഇനിയിപ്പോൾ വീണ്ടും ആ ഗ്യാസ് സ്റ്റവൊക്കെ കമത്തി വെച്ചിട്ട് വീണ്ടും ഇനിയിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പം നമ്മൾ വീട്ടമ്മമാർക്കും ഇങ്ങനെ ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ നമുക്ക് നോക്കിയിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഗ്യാസ് കത്താത്ത പ്രശ്നങ്ങൾ കണ്ടു വെച്ചിങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെ വേണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി, അല്ലെങ്കിൽ യൂട്യൂബിലിട്ട് അടിച്ചു നോക്കിയാൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാർ. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ. അപ്പോൾ അടുക്കളയത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ കുറച്ച് മഴയൊക്കെ ഇല്ലേ, അപ്പോൾ കുറച്ച് ഓലക്കൂടിയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രയും.